ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി കിടക്കുവാണല്ലോ. രാവിലെ എണീറ്റ് ചേർപ്പങ്കപ്പള്ളിയുടെ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഇന്നലത്തെ അത്രയും വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴയും അതുപോലെ തന്നെ കാര്യമായിട്ടില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞ് മഴയൊക്കെ ഒന്ന് ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചേർപ്പങ്കൽ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മളിപ്പം എത്തിയിരിക്കുന്ന പാലാ മുത്തോലി റൂട്ടിലാണ്. മുത്തോലി കവലയ്ക്ക് സമീപമാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇന്നലെ ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയപ്പം ഇവിടെ റോഡ് നിരന്ന് വെള്ളം ഉണ്ടായിരുന്നു. റോഡിന് മേളിൽ വെള്ളം ഉണ്ടായിരുന്നു. ആറും റോഡും ഒരേപോലെ കിടക്കുമായിരുന്നു. അപ്പം രാവിലെയൊക്കെ ആയപ്പോൾ വെള്ളം ഇറങ്ങിയത് കൊണ്ട് തന്നെ അതൊക്കെ തിരിച്ചു വലിഞ്ഞു പോയി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലാ പൊൻകുന്നം പാലത്തിന് മുകളിലാണ്. പൊൻകുന്നം പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ഒരു മാറിയ ലക്ഷണം കാണിക്കുന്നു, പക്ഷെ മഴ മാറിയിട്ടില്ല. എന്തായാലും നല്ല വെയിലാണ്. ഈരാറ്റുപേട്ട ടൗണിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വാഗമണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ടല്ലോ. ആ പാലത്തിന്റെ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ പാലത്തിന്റെ തൊട്ട് താഴെ വരെ വെള്ളം എത്തിയായിരുന്നെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത്. എന്തായാലും വെള്ളം ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. മഴയും ഒന്ന് ശാന്തമായ ലക്ഷണമാണ്. ചെറുതായിട്ട് മഴക്കാറൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് തിരിച്ച് പാലായ്ക്ക് തന്നെ പോരുവാണ്. ഇന്ന് അധികം മഴയൊന്നും പെയ്യിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചകളും കുറവാണ്. അപ്പം ഇനിയും ഈ മഴക്കാലത്തെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.